ഹായ് എവരിവൺ. 10ാം ക്ലാസ്സിലെ ICT പാഠപുസ്തകത്തിലെ ലേണിംഗ് സയൻസ് ത്രൂ കമ്പ്യൂട്ടേഴ്സ് എന്ന ചാപ്റ്ററിലെ 3ാമത്തെ സോഫ്റ്റ്വെയർ ജിയോജിബ്ര നമുക്ക് പരിചയപ്പെടാം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഷോ ആപ്ലിക്കേഷൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ജിയോ എന്ന് സെർച്ച് ചെയ്ത് ജിയോജിബ്ര നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയർ മാത്തമാറ്റിക്കൽ ഫിഗേഴ്സ് വരക്കാനും ചില ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതാണ് നമ്മുടെ ജിയോജിബ്ര വിൻഡോ. ഇതിൽ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ഡ്രോ ചെയ്യാനും ടൂൾസ് യൂസ് ചെയ്തിട്ട് പല ഷേപ്സ് വരക്കാനും പറ്റും. അതിൽ ഇതാണ് ആക്സിസ്, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇത് ഗ്രിഡ്സ്. ഇവിടെ ഒരുപാട് ടൂൾസ് കൊടുത്തിട്ടുണ്ട്. മുൻപ് ക്ലാസ്സുകളിൽ നമ്മൾ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ആണ് പല കാര്യങ്ങളും വരച്ചിരുന്നതും മെഷർമെൻറ്റ് കണ്ടിരുന്നതും. ഇവിടെ നമുക്ക് ഈ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നമുക്ക് ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഡ്രോ ചെയ്യാനുള്ളത്. അതായത് നമ്മൾ ഓരോ ഇൻപുട്ട് ബാർ, ഇവിടെ താഴെ നമ്മൾ കാണുന്ന ഇൻപുട്ട് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് പല ഫിഗേഴ്സും വരക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോർമൽ കേസിൽ നമ്മൾ പോയിന്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡോട്ട് വരക്കുന്നത്. ഈ ഡോട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് അറിയാം എക്സ് ആക്സിസിൽ നിന്നും 3 സെൻറ്റിമീറ്ററും വൈ ആക്സിസിൽ നിന്നും 3 സെൻറ്റിമീറ്ററുമാണ് ഇതിൻ്റെ അകലം. അപ്പോൾ അതിൻ്റെ പേര് A(3) എന്നാണ്. അതിനെ നമുക്ക് ടൂൾ ഉപയോഗിക്കാതെ എങ്ങനെ വരച്ചെടുക്കാം എന്നതാണ് നോക്കുന്നത്. ജസ്റ്റ് നമുക്കിതൊന്ന് അൺഡു ചെയ്യാം. ഇനി ജസ്റ്റ് നമുക്ക് A ഓഫ് ഇൻപുട്ട് ബാറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുക. A ഓഫ് ഒരു ബ്രാക്കറ്റ് കൊടുക്കാം. A ഓഫ് 1,2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്ററും വൈ ആക്സിസിൽ 2 സെൻറ്റിമീറ്ററും ഡിസ്റ്റൻസിലുള്ള ഈ ഒരു ഡോട്ട് അല്ലെങ്കിൽ പോയിന്റ് നമുക്ക് കിട്ടും. ജസ്റ്റ് ഒരു എൻ്റർ അടിക്കാം. അതേപോലെ തന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് B ഓഫ് 1,3 എൻ്റർ അടിക്കാം. C ഓഫ് എല്ലാം ഇൻപുട്ട് ബാറിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് 1,4 ആൻഡ് D ഓഫ് 1,5. ഇത്രയും. ഇങ്ങനെയുള്ള എത്ര പോയിന്റ്സ് ഏത് അകലത്തിലും ഏത് ഭാഗത്തും നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൻ്റെ ഒരു ഫോർമുല വെച്ചുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് വരക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ടൂൾസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്തത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു 4 ലൈനിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ വരക്കാനാണ്. നോർമലി ഇവിടെയുള്ള സെഗ്മെന്റ് ടൂള് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യാറ്. 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യാൻ നമ്മൾ സെഗ്മെന്റ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് ഇൻപുട്ട് ബാറിൽ സെഗ്മെന്റ് ഓഫ് എവിടെ നിന്ന് എവിടെ വരെ, A ദ ഫസ്റ്റ് പോയിന്റും D ലാസ്റ്റ് പോയിന്റും, അതുകൊണ്ട് A, D എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എയിൽ നിന്നും D വരെ കണക്ട് ചെയ്യുന്ന ഒരു ലൈന് കിട്ടും. ക്ലിയർ? ഇതാണ് നമ്മുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈന് വരക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് x=1 എന്നുള്ളത്. ഒന്ന് കൊടുത്തു നോക്കാം. ഇൻപുട്ട് ബാറിൽ അവിടെ നമ്മൾ സ്മോൾ ലെറ്റർ എക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. x=1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഈ ലൈനിലൂടെ കംപ്ലീറ്റ് ഒരു പാരലൽ ആയിട്ട് പാസ് ചെയ്യുന്ന ഒരു ലൈന് കിട്ടും. ഓക്കെ. ഇനി നമ്മൾ അതിന് പകരം y=1 എന്ന് കൊടുത്താൽ എക്സ് ആക്സിസിന്റെ പാരലൽ ആയിട്ട് പോകുന്ന ഒരു ലൈന് കിട്ടും. ഓക്കെ, 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ. അപ്പോൾ നമ്മോട് x=1 എന്ന് ടൈപ്പ് ചെയ്ത് നമ്മളോട് ആ ലൈന് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ടെക്സ്റ്റിലെ
ടേബിൾ 7.4 ഫില്ല് ചെയ്യാനാണ്. അതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഇക്വേഷൻസും കൊടുത്തു നോക്കാം. അതിനുശേഷം ഏത് ലൈനാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യാം. നമുക്ക് ജസ്റ്റ് പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യാം. ഫയൽ, ന്യൂ വിൻഡോ എടുക്കാം. അതിൽ പറഞ്ഞിട്ടുള്ള പോലെ ഇൻപുട്ട് ബാറിൽ ആദ്യം നമുക്ക് y = 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, y ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന, അതായത് x ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈന് നമുക്ക് കിട്ടും 2 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ y = 2 എന്ന് കൊടുത്താൽ. ഇനി നമുക്ക് x = y ഒന്ന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കറക്റ്റ് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന എക്സിലൂടെയും വൈയിലൂടെയും ഈ ഒരു ഡോട്ട്, അതായത് ഇത് രണ്ടിൻ്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ നമുക്ക് കിട്ടും. അങ്ങനെ ഇതിൽ കൊടുത്തിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം നമുക്കൊന്ന് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. x - y = 5 എന്ന് കൊടുത്താൽ ഈ ഇവിടെ നിന്ന് നമ്മുടെ 5 എന്നുള്ള 5 സെന്റിമീറ്റർ ഡോട്ടിലൂടെ പാസ് ചെയ്യുന്ന ലൈന് കിട്ടും. അതുപോലെ y = 2x, കണ്ടോ, y = 2x ഇങ്ങനെയുള്ള ഒരു ലൈനാണ് കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് ഏത് ഇക്വേഷൻസ് വെച്ചിട്ടും കൊടുത്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ലൈൻസ് വരച്ചെടുക്കാം. ഇതാ ഈ ഒരു ലൈന് കിട്ടി. ഓക്കെ, ഇങ്ങനെയുള്ള ലൈൻസ് വരച്ചെടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വരെ എന്ത് ചെയ്യാം, ഈ ഒരു ജിയോജിബ്രയിൽ നമുക്ക് കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. പുതിയൊരു വിൻഡോ എടുക്കാം. അതിൽ ഇൻപുട്ട് ബാറിൽ x² + y² = 2, അതായത് നമ്മുടെ x² നമ്മൾ യൂസ് ചെയ്യാനുള്ള കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീബോർഡിലുള്ള ഈ കീ ആണ്. Shift 6 പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഒരു കീ, ഇതാണ് x². 2 എന്ന് കൂടെ കൊടുത്താൽ x². x² ലൈന് കണ്ടോ, പ്ലസ് y² = 2. കണ്ടോ, x² + y² = 2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സർക്കിളാണ് കിട്ടുന്നത്. ക്ലിയർ? ഇങ്ങനെയുള്ള ഇക്വേഷൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഫിഗേഴ്സ് വരയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ജിയോജിബ്ര സോഫ്റ്റ്വെയർ നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.